പ്രൈസിംഗ് പവർ. ലോ നമ്പർ 4, നാലാമത്തെ നിയമം. ലോ നമ്പർ 4, the law of premium buyer. The law of premium buyer. Tell me what you sell. നിങ്ങൾ എന്താണ് വിൽക്കുന്നത്? ചാറ്റിലൊന്ന് വന്നേ. What is your product? What you sell? Service. Interior design. Hospitality. Weighing solution. Cloth. Poultry. Car. Construction. Service. Furniture. Solar. Cement. Yes, LED. Building. Food. Gold loan. Service. Okay. IT solutions. Okay. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പ്രീമിയം ബയേഴ്സ് അവരെന്താ കേൾക്കുന്നതെന്നറിയോ? നിങ്ങൾ പറയാണ് സോളാർ, നിങ്ങൾ പറയാണ് സ്കൂള്, നിങ്ങൾ പറയാണ് ഫുഡ്, IT, സിമെന്റ്. പ്രീമിയം ബയേഴ്സ് they nothing care about what you do. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പ്രീമിയം ബയേഴ്സ് കെയർ ചെയ്യാറേ ഇല്ല. അവർക്കൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും കമ്പനിയെ കുറിച്ച് പറഞ്ഞാലും അവര് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ് കെയർ ചെയ്യുന്നത്, ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദെയർ ലൈഫ് ആഫ്റ്റർ ദേ ബൈ. ഇത് വാങ്ങിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇറലവന്റ്. നിങ്ങൾ ഇങ്ങനെ കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ഫീച്ചേഴ്സും പറയുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ്റെ അകത്ത് എന്താണ് വർക്കൗട്ട് നടക്കുന്നത്? പ്രീമിയം ബയേഴ്സിന്റെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുന്നത് വാട്ട് വിൽ ഹാപ്പൻ ടു മൈ ലൈഫ് ആഫ്റ്റർ ഐ ബൈ ദിസ്. പ്രീമിയം ബയേഴ്സ് ഒരു കാര്യം വാങ്ങിക്കുന്നതിന് മുന്നേ അവര് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? പ്രീമിയം ബയേഴ്സ് they are always looking for 4 things. 4 കാര്യങ്ങളാണ് പ്രീമിയം ബയേഴ്സിന് വേണ്ടത്. ഈ 4 കാര്യങ്ങളാണ് അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 കാര്യം നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനോടൊപ്പം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം. നിങ്ങൾ IT പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഈ 4 കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അവർ ഈ 4 കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്ലോത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഈ 4 കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ദ ലോ ഓഫ് പ്രീമിയം ബയേഴ്സ്. 4 കാര്യങ്ങളാണ് നമ്മളുടെ പ്രീമിയം ബയേഴ്സ് ചിന്തിക്കുന്നത്, അവർക്ക് വേണ്ടത്. ഇതാണ് ഈ ആവറേജ് ബയേഴ്സും പ്രീമിയം ബയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ആവറേജ് ബയേഴ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിന്റെ പ്രൈസിനെ കുറിച്ചും, അത് നമുക്ക്, അതായത് ഈ വിൽക്കുന്ന ബിസിനസ്സുകാരൻ അവർക്ക് എന്ത് ലാഭം കിട്ടും, ഇതൊക്കെയാണ് ആവറേജ് ബയേഴ്സ് ചിന്തിക്കുന്നത്. അതേസമയം പ്രീമിയം ബയേഴ്സ് ചിന്തിക്കുന്നത് ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ്. 1, സ്പീഡ്. 2, സ്റ്റാറ്റസ്. 3, കൺവീനിയൻസ്. 4, സെർട്ടനിറ്റി, ഉറപ്പ്. സ്പീഡ്, സ്റ്റാറ്റസ്, കൺവീനിയൻസ് ആൻഡ് സെർട്ടനിറ്റി. നിങ്ങളിപ്പോ ഈ ചാറ്റിലിട്ട കാര്യത്തോടൊപ്പം ഈ 4 കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രൈസ് ബിക്കംസ് അട്ടർലി ഇറലവന്റ്. പ്രൈസ് പിന്നെ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഇറലവന്റ് ആയിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഇതുമായി കണക്ട് ചെയ്യാൻ പഠിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് സംസാരിക്കാൻ പഠിക്കണം.
നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെ സർവീസ് കസ്റ്റമർക്ക് ഈ 4 കാര്യങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഫോർഗറ്റ് എബൌട്ട് പ്രീമിയം ബയേഴ്സ്. ഈ 4 കാര്യങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ പ്രീമിയം ബയേഴ്സ് നിങ്ങളുടെ കടയുടെ 7 അയലത്ത് വരില്ല. ഇത് കൊടുക്കാതെ നിങ്ങൾ ഇനി എത്ര വില കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും നോ പ്രൈസ് ഈസ് ലോ ഇനഫ്. എത്ര വില കുറച്ചാലും ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇല്ല എങ്കിൽ പ്രീമിയം ബയേഴ്സ് അത് വാങ്ങിക്കില്ല. സോ മൈ ടീം, സ്റ്റോപ്പ് സെല്ലിംഗ് വാട്ട് യു ഡു ആൻഡ് സ്റ്റാർട്ട് സെല്ലിംഗ് വാട്ട് ദേ ഗെറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് വിൽക്കരുത്, അവർക്ക് എന്ത് കിട്ടുന്നു അത് വിൽക്കണം. നിങ്ങൾ ഒരു തവണയെങ്കിലും, ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായി നിങ്ങൾ വിവരിപ്പിക്കുന്നു, ഒരു തവണയെങ്കിലും കിങ്സ് ക്ലബിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് വിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിങ്സ് ക്ലബിന്റെ ഒരു പ്രസന്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കിങ്സ് ക്ലബ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നെവർ. ബിക്കോസ് യുവർ പ്രീമിയം ബയേഴ്സ് നെവർ എവർ കെയർ എബൌട്ട് യുവർ പ്രോസസ്. നമ്മുടെ പ്രോസസ്സിനെ കുറിച്ച് അവർക്ക് അറിയുകയേ വേണ്ട. ദേ കെയർ അബൌട്ട് ദെയർ ഡെസ്റ്റിനേഷൻ. അവരെവിടെ എത്തിച്ചേരും, അവരുടെ ലൈഫ് എന്തായി മാറും, അത് മാത്രം അറിഞ്ഞാൽ മതി അവർക്ക്. അവർക്ക് കിങ്സ് ക്ലബിൽ എല്ലാ ദിവസവും എന്ത് നടക്കുന്നെന്നോ, അവർക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നെന്നോ, അതിൽ ഞാൻ എത്ര ക്ലാസ് എടുക്കുന്നെന്നോ, അതിൽ മറ്റൊരാൾ എങ്ങനെ ക്ലാസ് എടുക്കും, ഇതൊന്നും അവർക്കറിയണ്ട. അവർക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, വെദർ ഐ വിൽ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ. എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് ഞാൻ എത്തുവോ ഇല്ലയോ. ഏതൊരു ബിസിനസ് ഈ 4 കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ടോ അവിടെ പ്രൈസ് റെസിസ്റ്റൻസ് ഇല്ല, അവർക്ക് പ്രൈസിങ് പവർ ലഭിക്കും. ഒരു കോമ്പറ്റീറ്റർക്കും ഈ 4 കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയെ പ്രീമിയം കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഐ എം ടോക്കിംഗ് ഓൺലി അബൌട്ട് പ്രീമിയം കസ്റ്റമർ. സോ ലോ നമ്പർ 4, ദ ലോ ഓഫ് പ്രീമിയം ബയർ. പ്രീമിയം ബയേഴ്സ് ഡു നോട്ട് പർച്ചേസ് അവേഴ്സ്. അവർ ഇത്ര മണിക്കൂർ, അതല്ല അവർക്ക് വേണ്ടത്. ദേ ഡു നോട്ട് പർച്ചേസ് എഫേർട്ട്. അവർ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ അവരെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിച്ചിട്ടാ ഞാൻ പൈസ കൊടുക്കുന്നത്. ദേ നെവർ കെയർ അബൌട്ട് അവേഴ്സ്, എഫേർട്ട് ഓർ ഡെലിവറബിൾസ്. അവര് 4 ഔട്ട്കം ആണ് പർച്ചേസ് ചെയ്യുന്നത്. ദേ പർച്ചേസ് 4 ഔട്ട്കംസ്. ഒന്ന് സ്പീഡ്, സ്റ്റാറ്റസ്, കൺവീനിയൻസ് ആൻഡ് സെർട്ടനിറ്റി. ഇത് എത്രത്തോളം നിങ്ങൾ മാക്സിമൈസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് 4ഉം ഒരുപോലെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പ്രൈസ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഇറലവന്റ്. ഈ 4ഉം ഔട്ട്കം ആണ്, ഫീച്ചേഴ്സ് അല്ല. ബെനിഫിറ്റോ ഫീച്ചേഴ്സോ ഇത് പ്രൊഡക്റ്റിലല്ല, ഇത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളിന്റെ ജീവിതത്തിലാണ് ഈ 4 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഈസ് സംതിങ് വിത്തിൻ യുവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനുള്ള, ഇപ്പം നമ്മളിത് പറയാണ്, ഇതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിന് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. യെസ്, അത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ അകത്താണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഔട്ട്കം ആണ് ഈ 4 കാര്യങ്ങൾ. പ്രീമിയം ബയേഴ്സ് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് കാശിനെ കുറിച്ച് ചിന്തിക്കാതെ പോലും അവർ വാങ്ങിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ കാര്യമല്ല. ഇൻ എവരി മാർക്കറ്റ്, ഇൻ എവരി കാറ്റഗറി, at every price point, these are the 4 outcomes premium buyers are looking for. അവർക്ക് വേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. കാരണം പ്രീമിയം ബയേഴ്സ് നെവർ ബൈ യുവർ അവേഴ്സ്, ഡെലിവറബിൾസ് ഓർ എഫേർട്ട്. ആദ്യം നമുക്കിതിന്റെ സൈക്കോളജി പഠിക്കാം. എന്തുകൊണ്ടാണ് പ്രീമിയം ബയേഴ്സ് think differently from cheap or average buyers?
ആവറേജ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും ചീപ്പായിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും പ്രീമിയം ബയേഴ്സ് എന്തുകൊണ്ട് വേറിട്ട് ചിന്തിക്കുന്നു? ആ സൈക്കോളജി ആദ്യം നമുക്ക് പഠിക്കണം. ദാറ്റ് ഈ ഈ 4 ഔട്ട്കമ്മിന്റെ പിന്നിലുള്ള സൈക്കോളജി. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ചീപ്പ് കസ്റ്റമർ എപ്പോഴും ചിന്തിക്കുന്നത് ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? ഇതിന് എത്ര രൂപയാകും? എന്ത് വിലയാകും? പ്രീമിയം ബയർ ചിന്തിക്കുന്നത് വിലയെക്കുറിച്ചല്ല. ചീപ്പ് ആൻഡ് ആവറേജ് കസ്റ്റമർ ചിന്തിക്കുന്നത് ഇത് വിൽക്കുന്ന ആ കച്ചവടക്കാരന് അതിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ് അവൻ കൂടുതൽ ചിന്തിക്കുന്നത്. ഇതിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? ഇവരിത് എത്രന് മേടിച്ചതായിരിക്കും? അത് എത്രനായിരിക്കും ഇവർ വിൽക്കുന്നത്? ഇവരെന്നെ പറ്റിക്കുകയാണോ? ഇങ്ങനെ ഒരു ആവറേജ് കസ്റ്റമറുടെ തലയ്ക്കകത്ത് മുഴുവൻ കിടക്കുന്ന ചിന്തകൾ ഈസ് പ്രൈസ് റിലേറ്റഡ്. പക്ഷെ പ്രീമിയം ബയേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രീമിയം ബയേഴ്സ് ഹാവ് മോർ മണി ദാൻ ടൈം. ആവറേജ് ആൻഡ് ചീപ്പ് ബയേഴ്സിന്റെ പ്രത്യേകത എന്താ? ദേ ഹാവ് മോർ ടൈം ദാൻ മണി. അവർക്ക് കൂടുതൽ സമയമുണ്ട് പണത്തേക്കാൾ. പ്രീമിയം ബയേഴ്സിന്റെ പ്രത്യേകത ദേ ഹാവ് മോർ മണി ദാൻ ടൈം. അവർക്ക് സ്കേഴ്സിറ്റി ഉള്ളത്, അവർക്ക് ഷോർട്ടേജ് ഉള്ളത്. ടൈം ഈസ് ദയർ സ്കേഴ്സിറ്റി റിസോഴ്സ്. സമയമാണ് അവർക്കില്ലാത്തത്. ആ സമയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആരുണ്ടോ എന്തുണ്ടോ അതിനവരൊക്കെ പറയും. മറ്റവന്റെ കയ്യിലുള്ള സ്കേഴ്സിറ്റി എന്താണ്? പണമാണ്. അപ്പൊ ഏറ്റവും കുറച്ച് പണം മേടിക്കുന്ന ആരുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പൈസ കുറച്ച് വിൽക്കുന്ന ആരുണ്ട്, അവരെ തേടിപ്പോ അവൻ. കാരണം അവന്റെ കയ്യിൽ ഇഷ്ടംപോലെ സമയമുണ്ട്, വേറൊരു പണിയില്ല, പക്ഷെ പൈസയില്ല. അപ്പൊ ആ സമയം ഉപയോഗിച്ച് അവൻ ഏറ്റവും വില കുറഞ്ഞതിന്റെ പിന്നാലെ തേടി നടക്കും. അതേസമയം പ്രീമിയം ബയേഴ്സിന്റെ പ്രത്യേകത ദേ ഡോണ്ട് ഹാവ് ടൈം. ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷെ സമയമില്ല. ആര് ആ സമയം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുവോ അതിന് എക്സ്ട്രാ ഓർഡിനറി പേയ്മെന്റ് തരാൻ അവർ റെഡിയാണ്. ആവറേജ് ബയേഴ്സിന്റെ പ്രത്യേകത കാശില്ല, സമയമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ സമയം മെനക്കെട്ടവൻ എവിടെ വേണേലും പോയി എത്ര വേണേലും കയറി ഇറങ്ങും. പ്രീമിയം ബയേഴ്സിന്റെ പ്രത്യേകത സമയമില്ല, പണം ഇഷ്ടം പോലുണ്ട്. സോ ആവറേജ് ബയേഴ്സിന്റെ അടുത്ത് എടുക്കുന്ന സെല്ലിംഗ് ടെക്നിക് അല്ല പ്രീമിയം ബയേഴ്സിന്റെ അടുത്ത്. അപ്പം ഇതുകൊണ്ടാണ് നിങ്ങളിൽ ചിലരെങ്കിലും എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓക്കെ പ്രീമിയം ബിസിനസ് വേണം, പക്ഷെ അപ്പോ ഈ നമ്മുടെ ഓർഡിനറി കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ചീപ്പ് ആൻഡ് ആവറേജ് കസ്റ്റമർ, ഇവരെ അങ്ങ് വിടണ്ടല്ലോ സാറേ. ഒരു വേറൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതിന് വേറൊരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടോ അത് നിലനിർത്തി പോയിക്കൂടെ? പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ 2 ബിസിനസ് റൺ ചെയ്യുന്ന നമ്മളാ. നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് പ്രീമിയത്തിൽ ചിന്തിക്കണോ അതോ ചീപ്പിൽ ചിന്തിക്കണോ എന്ന കൺഫ്യൂഷനിലായി പോകും. ആ കൺഫ്യൂഷൻ വിൽ കോസ് യു മെനി ലോസസ്. സോ പ്രീമിയം ബയേഴ്സിന് എന്താണ് വേണ്ടത്? ദേ കെയർ അബൌട്ട് ദെയർ ടൈം ദാൻ മണി. കാരണം ടൈം ഈസ് ദെയർ സ്കേഴ്സിറ്റി റിസോഴ്സ്. സോ അവർക്ക് സ്പീഡ്, ദേ വാണ്ട് ടു ഗെറ്റ് റിസൾട്ട് ഫാസ്റ്റർ. ഗെറ്റ് റിസൾട്ട് ഫാസ്റ്റ്. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ വില്ലകളൊക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വില്ല അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ്, അതിന്റെ പ്രൈസ് ഒക്കെ കണ്ടിട്ടില്ലേ? 2 കോടി 3 കോടി 4 കോടി 5 കോടിയൊക്കെയാണ് ഇപ്പോഴത്തെ വില്ല ഫ്ലാറ്റിന്റെ ഒക്കെ പ്രീമിയം അപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ റേറ്റ് വരുന്നത്. 3 CR പ്ലസ്. ഒരു ആവറേജ് കസ്റ്റമർ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഫ്ലാറ്റിന് 4.5 കോടിയോ? എടാ പൊട്ടനാന്നോടവൻ. ഒരു 5 സെന്റോ 7 സെന്റോ സ്ഥലം മേടിക്കുന്നു. 7 സെന്റ് സ്ഥലത്തിന് എത്രയാവും? ഒരു 15 ലക്ഷം രൂപ വെച്ച് സെന്റിന് കൊടുത്താലും എത്രയാ? ഒരു 1.5 കോടി രൂപയ്ക്കകത്ത് തീരും. ഒരു വീട് അതിൻ്റെ അകത്ത് വെച്ചാൽ 1.5 കോടിക്ക് നല്ല 1-ാം തരം വീട് വെക്കാം. അപ്പൊ 3 കോടി. എന്നാലും 1.5 കോടി രൂപ ലാഭം. 4.5 കോടിക്ക് ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് പകരം 1.5 കോടിയുടെ നല്ലൊരു പ്രോപ്പർട്ടി മേടിച്ചു, 1.5 കോടിക്ക് അതിൽ വീടും വെച്ചു. അടിപൊളി. ഇതാണ് ഒരു ആവറേജ് കസ്റ്റമർ ചിന്തിക്കുന്നത്.
പക്ഷെ ഈ 4.5 കോടിയൊക്കെ കൊടുത്ത് മേടിക്കുന്ന പ്രീമിയം ബയേഴ്സിനെ സംബന്ധിച്ച് അവൻ ഇനി ലാൻഡ് തിരക്കി നടക്കാനും അതിന്റെ രജിസ്ട്രേഷന് പോകാനും അതിനു വേണ്ടിയിട്ട് പ്ലാൻ വരപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് ഈ കോൺട്രാക്ടർമാരുടെയും ആശാരിമാരുടെയും മേച്ചരിമാരുടെയും പുറേന്ന് നടക്കാനും അതിന് വെള്ളം ഒഴിക്കാനും അതിന് ദേ ഡോണ്ട് കെയർ. അവരെന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റ് ഡെവലപ്പർ ചെയ്ത് യെസ് ടേക്ക് ഇറ്റ് 4.5 കോടി, 4.5 എങ്കിൽ 4.5. അവർക്ക് എന്താണ്? ദേ വാണ്ട് ടു ഗെറ്റ് ദാറ്റ് റിസൾട്ട് ആസ് സൂൺ ആസ് പോസിബിൾ. റെഡി ടു ഓക്യുപ്പൈ. ഓക്കെ, അടുത്ത ആഴ്ച ഞാൻ വരും, എനിക്ക് സംഭവം കിട്ടണം. സോ കസ്റ്റമർക്ക്, പ്രീമിയം കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത്? ദേ വാല്യൂ സ്പീഡ്. They value speed. They want to get that result faster. And convenience. എന്തുകൊണ്ടാണ് ഈ 4.5 കോടി രൂപ കൊടുക്കുന്നത്? ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കയറണം, ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോകണം, കരക്കുറി ഉണ്ടാക്കണം, മറ്റേ പെർമിഷൻ എടുക്കണം, ഫയറിന്റെ പെർമിഷൻ എടുക്കണം. അവർ ഇതിനൊന്നും നടക്കാനുള്ള മെനക്കെടാൻ നമുക്ക് വയ്യ. കൺവീനിയൻസ്. ദേ വാണ്ട് ടു റിസൾട്ട് മാത്രം കിട്ടിയാൽ പോരാ, വിത്ത് ലെസ് എഫേർട്ട്. എത്ര മെനക്കേട് കുറച്ചിട്ട് ഈ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമോ? സോ ലെസ് എഫേർട്ട്. അവർക്ക് എന്താ വേണ്ടത്? റിസൾട്ട് പെട്ടെന്ന് കിട്ടണം വിത്ത് ലെസ് എഫേർട്ട്. അതാണ് കൺവീനിയൻസ്. സെർട്ടനിറ്റി, ഉറപ്പാണ്. എന്ത്? ദേ ഗെറ്റ് ദിസ് റിസൾട്ട് ഒരു എഫേർട്ടും കൂടാതെ ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും ആ റിസൾട്ട് കിട്ടുമോ? അതുകൊണ്ടാണ് എത്ര റേറ്റ് കൂടിയാലും ദേ ഗോ ബിഹൈൻഡ് ട്രസ്റ്റഡ് ബ്രാൻഡ്സ്. വെറും ബ്രാൻഡ് അല്ല, ട്രസ്റ്റഡ് ബ്രാൻഡ്. കാരണം സെർട്ടനിറ്റി, അതിന്റെ പിന്നിലെ സൈക്കോളജി സെർട്ടനിറ്റിയാണ്. ഇനി ഒരു ഡെവലപ്പർ, അവര് റെഡി ടു മൂവ് ഇൻ, റെഡിയായി കിടപ്പുണ്ട്. കൺവീനിയൻസ്, ഒരു എഫേർട്ടും ഇല്ല. സാർ വന്ന് സൈൻ ചെയ്താൽ മാത്രം മതി, പൈസ തന്നേച്ചാൽ മാത്രം മതി, ഫ്ലാറ്റ് കയ്യിൽ കിട്ടും, ഉറപ്പാണ്. ഓക്കെ, സംഭവമൊക്കെ നല്ലതുമാണ്. ഇനി നോക്കുന്നത് ഇതാണ്, ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റസ്. ലോകത്തോട് അവർ കൊടുക്കുന്ന സിഗ്നൽ ടു ദ വേൾഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അതിനുവേണ്ടി, ആ പ്രോക്സിമിറ്റിക്ക് വേണ്ടി, ആ സ്റ്റാറ്റസിന് വേണ്ടി 1-2 കോടി രൂപ അധികം കൊടുക്കാൻ അവർക്ക് ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ 55 ലക്ഷം രൂപയുടെ ഫ്ലാറ്റിൽ അവിടെ സാധാരണക്കാരായിട്ടുള്ള ആർക്കും അത് അഫോർഡ് ചെയ്യാം. മാത്രമല്ല, അത് അഫോർഡ് ചെയ്യുന്ന മിക്കവരും റെന്റ് ഔട്ട് ചെയ്യത്തതേ ഉള്ളൂ. ഒരു 99%. ഇപ്പൊ തന്നെ ഞാൻ പറയാം, ഈ പറഞ്ഞ ആ 55 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിക്കകത്ത് 300ഓളം അപ്പാർട്ട്മെന്റുകൾ ഓൺ ചെയ്ത ടീം ഇപ്പൊ ചെയ്തിരിക്കുന്നത് എയർബിഎൻബിക്ക് കൊടുത്തിട്ട് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിൽ എന്നും പ്രശ്നമാണ്. കാരണം ഓരോ ദിവസം ആരൊക്കെയോ വന്നു പോകുന്നു. അവിടെ പെർമനന്റ് ആയിട്ട് താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട്. കാരണം ഈ വന്നു പോകുന്നവരെ സംബന്ധിച്ച് അവൻ രാത്രി കൂട്ടുകാരുമായിട്ട് വന്നിരുന്ന് 2 അടിക്കാൻ വരികയായിരിക്കും. അവന്മാര് പാട്ടും ബഹളവും കാര്യങ്ങളും. തൊട്ടപ്പുറത്ത് പെർമനന്റ് ആയിട്ട് താമസിക്കുന്നവരും. ഈ 4.5 കോടി രൂപയ്ക്ക് മേടിച്ച ഫ്ലാറ്റ് അഥവാ ഇനി റെന്റിന് കൊടുത്താലും അത് എത്ര ലക്ഷത്തിനായിരിക്കും കൊടുക്കുന്നത്? മന്ത്ലി റെന്റ്. അതെടുക്കുന്നവൻ, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവൻ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവനായിരിക്കും. നിങ്ങൾ ഈ ഹോർഡിങ്സിലൊക്കെ 4 കോടി 5 കോടി 7 കോടി എന്നൊക്കെ കാണുമ്പോൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടില്ല, ആരടാ ഇത്രയും പൈസ കൊടുത്തു ഇവരടാ അത് മേടിക്കുന്നത്? ദിസ് ഈസ് എ ഡിഫറെന്റ് സൈക്കോളജി. നിങ്ങൾ ഈ ചീപ്പ് ആൻഡ് ആവറേജ് കസ്റ്റമേഴ്സിന്റെ കൂടെ കളിച്ച് നിങ്ങളുടെ ബ്രെയിനും അങ്ങനെ ആയിരിക്കുക. സീരിയസ്ലി, യു അട്രാക്ട് ദ കൈൻഡ് ഓഫ് കസ്റ്റമർ യു ആർ. നിങ്ങൾ ഏത് തരം കസ്റ്റമർ ആണോ ആ തരം കസ്റ്റമറെ നിങ്ങൾ അട്രാക്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്നത് മുഴുവൻ ചീപ്പ് ആൻഡ് ആവറേജ് ആണ് എങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി ചീപ്പ് ആൻഡ് ആവറേജ്. യു ആർ അബ്സല്യൂട്ട്ലി ചീപ്പ് ആൻഡ് ആവറേജ്. സോ ഈ 4 കാര്യങ്ങൾ. ഒന്ന്, അവരാദ്യം നോക്കുന്നത് റിസൾട്ട്. ആ റിസൾട്ട് അവർക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുമോ? അതാണ് ഒന്ന്. 2, ഒരു മെനക്കേടും ഇല്ലാതെ അത് കിട്ടുമോ? കൺവീനിയൻസ്. 3, ഉറപ്പായിട്ടും അത് കിട്ടുമോ? ഈ പറയുന്ന ഔട്ട്കം ഉറപ്പാണേ, പറഞ്ഞ് പറ്റിക്കരുത്, ഉറപ്പാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വാഡ്രന്റ് പഠിച്ചായിരുന്നു. അതിൽ 4ാമത്തെ ക്വാഡ്രന്റ് ഓർമ്മയുണ്ടല്ലോ. ഒരു തവണ പറ്റിക്കുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ലോ
ഓർമ്മയുണ്ടല്ലോ അത്? യെസ്, അതിൻ്റെ അകത്ത് ആ 4ാമത്തെ ക്വാഡ്രന്റ് അതാണ് ഈ നോക്കുന്നത്. ഉറപ്പാണ്. ആൻഡ് ദേ ലുക്ക് ഫോർ സ്റ്റാറ്റസ്, പ്രോക്സിമിറ്റി. ദിസ് ഈസ് വൈ പ്രീമിയം ബയേഴ്സ് ആൻഡ് ആവറേജ് ബയേഴ്സ് റെസ്പോണ്ട് ടു 2 ഡിഫറെന്റ് തിങ്സ്. പ്രീമിയം ബയേഴ്സ് ഈ 4 കാര്യങ്ങൾ നോക്കുന്നവൻ ഒരിക്കലും നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ 50 രൂപ കുറഞ്ഞ സാധനം നോക്കി പോകത്തില്ല. കാരണം ആ 50 രൂപ അല്ല അവർ നോക്കുന്നത്. ഞാൻ ഈ 2 പ്രോപ്പർട്ടിയിലെ സ്ഥലം വാങ്ങിച്ചതാ. ഇവര് നമ്മൾ ആദ്യത്തെ ആ ചെറിയ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് അവർ പറയുന്നത് മുഴുവൻ അപ്പുറത്ത് അവനെ കമ്പയർ ചെയ്തിട്ട് ഈ മതിലിനപ്പുറത്ത് അതിനിത്രയാ. അവിടെ ചെന്നിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ കമ്പാരിസൺ ഇല്ല. അവര് തരുന്ന വാല്യൂവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റേ ഉള്ളൂ, ഫ്ലാറ്റുകളേ ഉള്ളൂ. ഒരു ഫ്ലോറിൽ 3-4 എണ്ണേ ഉള്ളൂ. മറ്റേതില് കോഴിക്കോട് പോലെ പണിഞ്ഞു വെച്ചിരിക്കുക. ഒരെണ്ണത്തിന്റെ അകത്ത് 10, 15, 18 വരെ ഫ്ലാറ്റുകളുണ്ട് ഒറ്റ ഫ്ലോറിൽ, ഇൻ ദ സെയിം ഡയമെൻഷൻ. ഇതിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല സോപ്പ് വെട്ടി അടുക്കി വെച്ചിരിക്കുന്നോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ട്. ഒറ്റത്തവണ ഞാൻ അവിടെ പോയിട്ടുള്ളൂ, ഒറ്റത്തവണ. സോ ആവറേജ് ബയേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്ന എൻറ്റയർലി ഡിഫറെന്റ് തിങ്സിലാണ് പ്രീമിയം ബയേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആവറേജ് ബയേഴ്സ് ചോദിക്കുന്നത്, ഓക്കെ, ഇപ്പൊ കിങ്സ് ക്ലബിലേക്ക് അവർ വരികയാണെങ്കിൽ അവർ എത്ര സെഷൻസ് എടുക്കും അനിൽ ബാലേന്ദ്രൻ? ആവറേജ് ബയർ ചോദിക്കും. പ്രീമിയം മൈൻഡ് സെറ്റ് ഉള്ളവർ ചോദിക്കുന്നത്, എനിക്ക് ആ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണേ, എത്ര ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ആ റിസൾട്ട് കിട്ടും. ആ സ്പീഡാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. കഴിഞ്ഞ 6 ദിവസം കിങ്സ് ക്ലബിൽ ഞാൻ പഠിപ്പിച്ചത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് CRM ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്താൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ യൂസർ നെയിം പാസ്വേഡ് തരും. ഇന്ന് രാത്രി പോയി നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനുള്ള ക്ലാസ് കണ്ട് പഠിച്ച് നാളെ രാവിലെ പോയി അത് പരിഹരിച്ചോണം. എന്നിട്ട് വന്നാൽ മതി ക്ലാസ്സിലേക്ക് പഠിക്കാനായിട്ട്. എന്താ പറയുന്നത്? സ്പീഡ് ഓഫ് ദ റിസൾട്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയോ? ആ ഒരൊറ്റ കാരണം കൊണ്ട്. ഇന്ന് നടക്കുന്ന ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല കിങ്സ് ക്ലബിലുള്ളവർ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. പുതിയ ആളുകൾ അവർ ജോയിൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്താ ചെയ്തേ? സ്പീഡ്. കിങ്സ് ക്ലബിൽ വരുന്നവരാരും ഇപ്പം ഒരു ആവറേജ് കസ്റ്റമർ ആണ്, ഒരു ചീപ്പ് കസ്റ്റമർ ആണ് വരുന്നെങ്കിൽ എന്തൊക്കെയാണ് കിങ്സ് ക്ലബിന്റെ ഒപ്പം എനിക്ക് കിട്ടുന്നത്? ഇന്ന് വരെ ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് വന്നവർ ചോദിച്ചിട്ടില്ല എന്തൊക്കെ കിട്ടുമെന്ന്. എത്ര സെർട്ടനിറ്റി ഉണ്ടെന്നും ഈ ഉറപ്പ് എത്ര പേർക്ക് ഇതിനു മുന്നേ ഇത് കിട്ടിയിട്ടുണ്ടെന്നും അതൊക്കെയാണ് അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് ഇതിൻ്റെ അകത്ത് ആരൊക്കെയാ ഉള്ളത്, അവരുടെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൊള്ളാം. യെസ്. സോ ഫണ്ടമെന്റലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ് കസ്റ്റമറും പ്രീമിയം കസ്റ്റമറും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ റിക്വയർ ഫണ്ടമെന്റലി ഡിഫറെന്റ് ആൻസേഴ്സ്. ചീപ്പ് ആൻഡ് ആവറേജ് കസ്റ്റമറിന് കൊടുക്കുന്ന ആൻസർ അല്ല പ്രീമിയം കസ്റ്റമറിന് വേണ്ടത്. ബട്ട് യുവർ സെയിൽസ് ടീം അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല. ബിക്കോസ് യു ഹാവ് ബോത്ത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ചീപ്പ് കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന പോലെ പ്രീമിയം കസ്റ്റമറുടെ അടുത്ത് നിങ്ങളുടെ ഒരു സ്റ്റാഫ് പറയാണ്, സാറേ ഞങ്ങൾ ഡിസ്കൗണ്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ തീർന്നു, ആ ഒരൊറ്റ വാക്കി തീർന്നു. ചീപ്പ് കസ്റ്റമർ വീഴും, അത് പ്രീമിയം കസ്റ്റമർ അവിടെ തീർന്നു, ഒറ്റ വാക്ക്. സോ ഫണ്ടമെന്റലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഫണ്ടമെന്റലി ഡിഫറെന്റ് ആൻസേഴ്സ് കൊടുക്കണം. സോ ഈ പ്രീമിയം ബയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യർ തന്നെയാണ്, പക്ഷെ അവരുടെ എക്സ്പെക്ടേഷൻ, അവർക്ക് വേണ്ട ഔട്ട്കം, അവരുടെ ഐഡന്റിറ്റി ഇസ് ഡിഫറെന്റ്. അവർക്ക് സമയത്തിനോടും ഔട്ട്കമ്മിനോടും ഐഡന്റിറ്റിയോടുമുള്ള റിലേഷൻഷിപ്പ് is entirely different from that of an average customer. ആവറേജ് കസ്റ്റമർക്ക് സമയത്തിനോടും അതിന്റെ ഔട്ട്കമ്മിനോടും അവരുടെ ഐഡന്റിറ്റിയോടുമുള്ള റിലേഷൻഷിപ്പ് അല്ല പ്രീമിയം ബയേഴ്സിന്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെ ഒരേ രീതിയിലല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. സോ എന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നു, അന്ന് നിങ്ങൾ ഈ പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പരിപാടി അന്ന് നിങ്ങൾ നിർത്തും.
and you will start speaking directly at these 4 dimensions. ഈ 4 കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ പ്രീമിയം ബയേഴ്സിന്റെ ബ്രെയിൻ കേൾക്കത്തുള്ളൂ. അവര് കേൾക്കുമായിരിക്കും, അവന്റെ ബ്രെയിൻ കേൾക്കുന്നത് ഈ 4 കാര്യങ്ങളായിരിക്കും. കാരണം ആ ബ്രെയിൻ, പ്രീമിയം ബയറുടെ ബ്രെയിൻ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരു കാര്യം വരുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, റിസൾട്ട് കിട്ടുമോ? ഉറപ്പാണ്. ഓക്കെ, അവിടെ 25% കഴിഞ്ഞു, റിസൾട്ട് കിട്ടുവേ. കൺവീനിയൻസ്, ഞാൻ മെനക്കെടേണ്ടി വരുമോ? സാർ അറിയേ വേണ്ട, ആ പരിപാടി നമ്മൾ ഏറ്റു. 50% ഓക്കെ, ഉറപ്പാണേ. ഇനി ഇതിന്റെ പുറകെ ഡു ഓവർ വരരുത്. ഇത് ഒറ്റ തവണ കൊണ്ട് തീർത്തേക്കണം. ഇനി ഇതിന്റെ പുറത്ത് ഇരിക്കേണ്ടി വരരുത്. ഉറപ്പാണേ, സർട്ടനിറ്റി ഉണ്ട്, ഉറപ്പായിട്ട് നടക്കുമല്ലോ, ഉറപ്പാണ് സാറേ. ഇനി ഈ ലൈഫിൽ സാർ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. വാട്ട് അബൌട്ട് സ്റ്റാറ്റസ്? ഈ വർഷത്തെ ലേറ്റസ്റ്റ് മോഡൽ ഉണ്ടോ? ഗുഡ്. അടുത്ത ചോദ്യം, വാട്ട് അബൌട്ട് ഞാൻ എന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ? സാർ എങ്ങനെയാണ്? ബാങ്ക് ത്രൂ ആണോ ക്യാഷ് ആണോ? നോ ബാങ്ക്, ക്യാഷ്. സാറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ നാളെ രാവിലെ വണ്ടി റെഡി. സർ ദ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതിലേക്ക് സാറ് ഈ പേയ്മെന്റ് ഇപ്പൊ ട്രാൻസ്ഫർ ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ വണ്ടി രജിസ്റ്റർ ചെയ്ത് സാറിന്റെ മറ്റേ നമ്മുടെ റിസർവ്ഡ് നമ്പറുണ്ട്, ആ നമ്പരും ഇട്ട് സാറിന്റെ വണ്ടി കൊണ്ടുതരും. വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും, സാർ ഇങ്ങോട്ടും വരണ്ട. സാർ ഇപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി, പൈസ തന്നാൽ മതി, നാളെ രാവിലെ വണ്ടി റെഡി. ഇന്ന് കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് വേണമെങ്കിൽ ഇന്ന് വൈകുന്നതിന് ഇപ്പുറം ഞാൻ തരാം. സർട്ടനിറ്റി ഒന്ന് നോക്കാലോ. യു എയിലെ നമ്പർ 1 ഉറപ്പാണ്. ആൻഡ് സ്റ്റാറ്റസ് LC 1 രൂപ കുറയുമോ എന്ന് ചോദിച്ചിട്ടില്ല. ഇൻഷുറൻസിൽ എന്തെങ്കിലും കുറയുമോ? മറ്റേ അത് സാറേ, ഇതിപ്പം എന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ ഉണ്ട്. വണ്ടിയുടെ വാറണ്ടി 1 ഇയർ കൂടാതെ അൽഫുത്തയും തരുന്നുണ്ട്. അതിന് ഇത്ര ദിർഹംസ് ആണ് കൂടുതൽ. എന്താ അതിന്റെ ബെനിഫിറ്റ്? എന്താ സാറേ? എന്തെങ്കിലും വണ്ടിക്ക് പറ്റിയാൽ നമ്മുടെ ടീം അവിടെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയിക്കോളും, പകരം സാറിന് വേറെ വണ്ടി തരും, അത് റെഡി ആകുന്നിടം വരെ. നമ്പർ 1. 2, സാർ ഒന്നും അറിയണ്ട. ഇനി ഇതിൻ്റെ അകത്ത് എണ്ണ മാത്രം അടിച്ചാൽ മതി. ബാക്കി എന്ത് വണ്ടിക്ക് സംഭവിച്ചാലും, അതിന്റെ സ്പെയർ ആയിക്കോട്ടെ, അതിന്റെ എന്ത് കാര്യം ആയിക്കോട്ടെ, അടുത്ത 4 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ഞങ്ങൾ ഏറ്റെടുത്തു. സാറ് പെട്രോൾ മാത്രം അടിച്ചാൽ മതി. 1 രൂപ ഇനി ഇതിന്റെ പുറത്ത് സാറ് മുടക്കണ്ട. ഓക്കെ, സ്റ്റാറ്റസ് എന്താ? ഓക്കെ, ഒരു ദിവസം പോലും എനിക്ക് വണ്ടി ഇല്ലാതിരിക്കത്തില്ല. ആ സ്റ്റാൻഡേർഡ് വിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങേണ്ടി വരത്തില്ല. വണ്ടി കേടായി ഞാൻ റോഡിൽ കിടക്കത്തുമില്ല. എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു. എത്രയാ? പറ എത്രയാ? സോ ഇന്ന് മുതൽ പ്രീമിയം ബയേഴ്സിനെ ഈ ഫീച്ചേഴ്സ് പറഞ്ഞ്, സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം പ്രീമിയം ബയേഴ്സിന്റെ ബ്രെയിൻ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 4 കാര്യങ്ങൾക്കാണ്. ദ 4 ഔട്ട്കംസ്. അതിലൊന്നാണ് സ്പീഡ്. ദ ഫാസ്റ്റർ ദ റിസൾട്ട്, ദ ഹയർ ദ പ്രൈസ് യു ക്യാൻ കമാൻഡ്. എത്ര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പ്രൈസ് കൂട്ടി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. കാരണം ദ ഫണ്ടമെന്റൽ റൂൾ ഇതാണ്: ടൈം ഈസ് ദ പ്രീമിയം ബയേഴ്സ് മോസ്റ്റ് പ്രഷ്യസ് റിസോഴ്സ്. അതുകൊണ്ട് തന്നെ എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും ചാർജ് കൂടുതൽ നിങ്ങൾക്ക് മേടിക്കാം. എനിത്തിങ്, എത്ര റിസൾട്ടിന് അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നുവോ അത്രയും നിങ്ങളുടെ പ്രീമിയം പൊസിഷൻ പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 3 ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, ഒരു 3 ഓപ്ഷൻസ്. ഓപ്ഷൻ A, B ആൻഡ് C. ഓപ്ഷൻ A എന്ന് പറയുന്നത് ഇതൊരു ജിമ്മാണ്. ഈ ജിമ്മിൽ നമുക്ക് ചെല്ലാം. ജിമ്മിൽ എല്ലാ ദിവസവും 12 മാസത്തേക്കുള്ള ഇതാണ്, വെയിറ്റ് ലോസ് ആണ്. ഓക്കെ, അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 12 മാസം കറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് ഡയറ്റും കൺട്രോൾ ചെയ്യണം, എക്സർസൈസും ചെയ്യണം. പക്ഷെ 12 മാസം സമയമെടുക്കും. 12 മാസം. അതുകൊണ്ട് തന്നെ മന്ത്ലി ഒരു 3000 രൂപ വെച്ചിട്ട് ആയിരിക്കും അവിടുത്തെ റേറ്റ് വരുന്നത്. വെറും 3000 രൂപ ഒരു ജിമ്മിൽ. ഇനി ഓപ്ഷൻ B ഉണ്ട്. ഓപ്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 6 മന്ത്സിന്റെ അല്ലെങ്കിൽ 3 മന്ത്സിന്റെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. 3 മന്ത്സ് പ്ലാൻ. അവിടെ നമുക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ഉണ്ടാവും,
നമുക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനർ, ജിം ട്രെയിനർ ഉണ്ടാകും. അവിടെ അവരായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഉണ്ടാക്കി കഴിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് കഴിച്ചോണം. അതെല്ലാം അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പക്ഷെ ഇത് 12 മാസം ഇതിന് ഈ 3000ന്റെ സ്ഥാനത്ത് 30,000 50,000 ചാർജ് ചെയ്യാൻ പറ്റും. കാരണം മറ്റേത് 12 മാസം ഉണ്ട്, ഇത് വെറും 3 മാസം. ഇനി ഓപ്ഷൻ സി, ഇതേ സാധനം, ഈ പറയുന്ന സെയിം പ്രൊഡക്റ്റ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിത്തരും. അതാണ് ലിപ്പോ സക്ഷൻ എന്ന് പറയും. ലിപ്പോ സക്ഷൻ നമ്മുടെ ഫാറ്റ് ബേണിംഗ് പരിപാടി. ഇതിൻ്റെ അകത്ത് മെഡിക്കേഷൻ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ആണ് ഇത് ചെയ്യുന്നത്, എക്സ്പേർട്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഈ സിനിമാ നടിമാരൊക്കെ ചെയ്ത് അവരുടെ വണ്ണം ഒക്കെ, ആവശ്യമില്ലാത്ത ഫാറ്റുകളൊക്കെ അവരെടുത്ത് കളയുന്ന, കൊഴുപ്പുകളൊക്കെ മാറ്റുന്ന അതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇൻസ്റ്റന്റ് റിസൾട്ട്, നോ വെയിറ്റിംഗ്, നോ അൺസർണിറ്റി ഓഫ് എഫേർട്ട്. ഇവര് പോയി ജിം അടിക്കണം, അല്ലെങ്കിൽ അവര് പോയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യണം, ഈ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം 5 ലക്ഷം തൊട്ട് 10 ലക്ഷം തൊട്ട് 50 ലക്ഷം തൊട്ട് 1 കോടി രൂപയുടെ വരെ ഉണ്ട് ലിപ്പോസക്ഷൻ. സീ ദ ഡിഫറൻസ്. ഒരെണ്ണം 12 മാസം സമയം എടുക്കും, പക്ഷെ അവർ മെനക്കെടണം. ഇതിലേക്ക് പോവും ചീപ്പ് കസ്റ്റമർ, അവിടെയും ചെന്നിട്ട് ചോദിക്കും ഡിസ്കൗണ്ട്. ആൻഡ് യു നോ സംതിങ്, ഇവൻ ഈ റിസൾട്ട് ഒട്ട് കിട്ടത്തില്ല. കാരണം ഇവൻ ഒരിക്കലും കമ്മിറ്റഡ് ആയിട്ട് അതിന്റെ പുറകിന് നടക്കത്തില്ല. ഇവർക്ക് കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടും, കാരണം അവർ അത്രയും പൈസ കൊടുക്കുന്നതുകൊണ്ട് അവർ കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് കാണിക്കും. ആൻഡ് ഫോർ ദം, അവർക്ക് പണം ഒരു പ്രശ്നമേ അല്ല. ദ സെയിം റിസൾട്ട്, 3 ഡിഫറെന്റ് ടൈം ലൈൻ, 12 മാസം, 3 മാസം, 1 ദിവസം, ആൻഡ് 3 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രൈസ് പോയിന്റ്. ദാറ്റ് ഇവൻ ഒരു ജന്മം മുഴുവൻ ബിസിനസ് ചെയ്താലും കിട്ടാത്ത ലാഭം ഇവർക്ക് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കാൻ പറ്റും. ദാറ്റ്സ് ദ ഡിഫറൻസ്. റിസൾട്ട് മാറിയില്ല, 3 ഓപ്ഷനിലെ റിസൾട്ട് മാറിയില്ല, ഒന്നേ മാറിയുള്ളൂ, സ്പീഡ്. ആൻഡ് സ്പീഡ് ഈസ് വാട്ട് ദ പ്രീമിയം ബയർ ഈസ് പേയിങ് ഫോർ. ഈ ജിമ്മ് നടത്തുന്നവന്റെ വിചാരം ഈ വണ്ണം കുറയ്ക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നതെന്ന. നോ, അവർക്ക് വണ്ണം കുറയ്ക്കാനാണെങ്കിൽ ഈ 12 മാസം വന്ന് മെനക്കെട്ട് അത് ചെയ്താൽ അവർക്കത് കിട്ടും. അവർക്ക് വേണ്ട അതല്ല, സ്പീഡിൽ ആ റിസൾട്ട് കിട്ടണം. ആ സ്പീഡിനാണ് അവർ പൈസ തരുന്നത്. അതുകൊണ്ട് ഇവൻ എന്തറിയില്ല, ഇവരുടെ മൈൻഡ് സെറ്റ് അറിയില്ല. കാരണം ഇവൻ എന്നും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചീപ്പ് കസ്റ്റമേഴ്സിന്റെ അടുത്താണ്. സോ എന്റെ ചോദ്യം ഇതാണ്, യുവർ സ്പീഡ് ഫോർമുല ഒന്ന് എഴുതിക്കേ. നിങ്ങളുടെ കസ്റ്റമറിന് ആ റിസൾട്ട് കൊടുക്കാൻ ഇപ്പോഴത്തെ ടൈം ലൈൻ എത്രയാണ്? എത്ര മാസം കൊണ്ടാണ് നിങ്ങൾ അവർക്ക് അത് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന സർവീസ് ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, അവർക്ക് കൊടുക്കുന്ന റിസൾട്ട്, എത്ര മാസം ടൈം ലൈൻ ഉണ്ട് അതിന്? കറന്റ് റിസൾട്ട് ടൈം ലൈൻ എത്ര മാസം? ഇനി നമ്മളുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് യു ആർ കംപ്രസിങ് ദ ടൈം ലൈൻ, കംപ്രസ്ഡ് റിസൾട്ട് ടൈം ലൈൻ. എത്ര മാസം കൊണ്ട് ശരിക്കും ഇത് കൊടുക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഹോട്ടൽ പണിയുന്നു, പറഞ്ഞിരിക്കുന്നത് 1.5 തൊട്ട് 2 വർഷമാണ്. ആരെങ്കിലും ഈ കൂട്ടത്തിൽ പറയാണ് ഒരു വർഷം കൊണ്ട് നമുക്കത് തീർക്കാം. സാറേ, ജനുവരി 1 മുന്നേ നമുക്ക് പരിപാടി തീർക്കാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട് നമ്മുടെ. അതല്ലെങ്കിൽ ജനുവരി 1 നമ്മുടെ കല്യാണം കൊച്ചി വെച്ചിട്ടാണല്ലോ ഇപ്രാവശ്യം, അതിൻ്റെ ഒപ്പം ഇതാണ് എൻ്റെ ആവശ്യം. അപ്പം ഒരാൾ പറയാണ്, സാറേ, സാറ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹോട്ടൽ വിൽക്കാൻ ഇട്ടിട്ടുണ്ട് അവിടെ, നമുക്കതൊന്ന് നോക്കിയാലോ. ആ നിമിഷം എൻ്റെ ബ്രെയിൻ പറയും നമുക്ക് നോക്കാം. കാരണം എന്താ? എനിക്ക് വേണ്ടത് ഈ ജനുവരി 1-ാം തീയതി ആ കല്യാണം നടക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് എല്ലാവരും കൂടെ വന്നിട്ട് നമ്മളുടെ ഹോട്ടലിന്റെ ഇനോഗ്രേഷൻ നടത്തണം. അത് നടത്താൻ പറ്റിയാൽ ദാറ്റ് സ്പീഡ്. സോ യുവർ കറന്റ് റിസൾട്ട് ടൈം ലൈൻ എത്ര? യുവർ കംപ്രസ്ഡ് ടൈം ലൈൻ എത്ര? ഓക്കെ, നിങ്ങളുടെ കസ്റ്റമർക്ക് കിട്ടുന്ന കറന്റ് റിസൾട്ട് ടൈം ലൈൻ ഇത് ലെറ്റ്സ് സേ 30 ദിവസമാണ് ഇപ്പോഴത്തത് എന്നിരിക്കട്ടെ. ഇനി നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് യു ആർ കംപ്രസിങ് ദ ടൈം ലൈൻ, കംപ്രസ്ഡ് റിസൾട്ട് ടൈം ലൈൻ, ഇത് നിങ്ങൾ 10 ദിവസമായിട്ട് കുറച്ചു എന്നിരിക്കട്ടെ.
ഈ 30 ദിവസത്തേക്ക് നിങ്ങൾ ചാർജ് ചെയ്യുന്ന 10,000 രൂപയാണ് എങ്കിൽ ഇത് 10 ദിവസമായിട്ട് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതേ സാധനത്തിന് 50,000 കിട്ടും. കിങ് മേക്കേഴ്സ് നിങ്ങൾ വിചാരിക്കുന്നോട്ട് അങ്ങ് ഒരുപാട് സെഷൻസ് ഒന്നും ഞാൻ അവർക്ക് എടുക്കത്തില്ല. അവർക്ക് കിങ്സ് ക്ലബിനാണ് ഞാൻ ഒത്തിരി സെഷൻസ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്കത് വേണം, 1 വർഷമാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിക്കുറുക്കിയ രീതിയിൽ ഒരൊറ്റടി 90 ദിവസത്തേക്ക് ഒരു സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും. അത് ശ്രീലങ്കയിൽ പോയപ്പം ക്യാഷ് ഫ്ലോ ആയിരുന്നെങ്കിൽ, അത് കുമരകത്ത് പോയപ്പോൾ മണി മാസ്റ്ററി ആയിരുന്നെങ്കിൽ, അത് അതിനു മുന്നേ പോയെടുത്ത് EOS ആയിരുന്നെങ്കിൽ, ഇത് മതി അവരുടെ ലൈഫിലെ മുഴുവൻ മാറ്റങ്ങൾക്കും അത് കാരണമാവും. അത് കാച്ചിക്കുറുക്കി അങ്ങോട്ട് കൊടുക്കുന്നത്. കിങ്സ് ക്ലബിന്റെ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇരിക്കുന്നത് ഇപ്പം 1 മാസത്തേക്കുള്ള ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യുന്ന 2 ദിവസം കൊണ്ടായിരിക്കും. കിങ് മേക്കേഴ്സിന്റെ 5 ദിവസത്തെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ഒരു 25 ദിവസമെങ്കിലും എടുക്കും ആ ടോപ്പിക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് അത് കാച്ചി കുറുക്കി എടുക്കാൻ 25 ദിവസം എടുക്കും. 2 ദിവസം കൊണ്ട് 30 ദിവസത്തേക്കുള്ള ടോപ്പിക് ഉണ്ടാക്കുന്നു, മറ്റേത് 25 ദിവസം കൊണ്ട് 5 ദിവസത്തേക്കുള്ള ടോപ്പിക് ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം അതിലുണ്ടാവും. അതുകൊണ്ടാണ് കിങ് മേക്കേഴ്സ് കിങ്സ് ക്ലബിന്റെ ക്ലാസ്സിൽ കയറത്തില്ല. കാരണം they can feel the difference. സോ എന്താണ് യുവർ കറന്റ് ടൈം ലൈൻ? അതിനെ എങ്ങനെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും? അതിന് എത്ര ശതമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പീഡ് ഡിഫറൻസ് പ്രൈസ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം കംപ്രസ് ദ ടൈം ലൈൻ ഓഫ് റിസൾട്ട്. കസ്റ്റമറുടെ അടുത്ത്, പ്രീമിയം കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾ ഓഫർ വെക്കുക. സാറേ 45 ദിവസം കൊണ്ട് അത് തീർക്കാനാണെങ്കിൽ ഇത്രയാവും. വെബ്സൈറ്റ്, ഓക്കെ, വെബ്സൈറ്റ് ഉണ്ടാക്കി തരാം. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 90 ഡേയ്സ് ആണ് വേണ്ടത്. 90 ദിവസം കൊണ്ട് വെബ്സൈറ്റ് തീർക്കാനാണെങ്കിൽ സാറേ 3 ലക്ഷം രൂപ. ഇതേ സാധനം ഞങ്ങൾ ഇന്റൻസീവായിട്ട് ഞങ്ങളുടെ എൻറ്റയർ ടീമിനെ ഞാൻ ഇതിനു വേണ്ടി ഓവർ ടൈം ഉൾപ്പെടെ ഇരുത്തി ഞാനിത് 3 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും എനിക്ക്, 21 ദിവസം. പക്ഷെ അതിനാണെങ്കിൽ 15 ലക്ഷം രൂപയാവും. കാരണം ഞാൻ ഇവർക്കെല്ലാം ഓവർ ടൈം കൊടുക്കണം, ഞാനും അതിന്റെ പുറത്തിരിക്കണം, എൻ്റെ മേജർ 2-3 വർക്ക് മാറ്റി വെക്കണം. അതാണെങ്കിൽ 15 ലക്ഷം രൂപയാവും. ഏത് വേണം? ഞാൻ ബിസിനസ് ഓണേഴ്സിനോട് ചോദിക്കുക, 90 ദിവസം കഴിഞ്ഞുള്ള വെബ്സൈറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, 21 ദിവസം കൊണ്ട് തീർത്ത് അടിപൊളിയാക്കി ലൈവ് ആക്കി തരുന്ന വെബ്സൈറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? ദാറ്റ്സ് ദ ഡിഫറൻസ്. ആ 3ഉം 15ഉം തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്കില്ല. നമുക്ക് വേണ്ടത് ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് റിസൾട്ട്. സോ ഒന്നാമത്തതാണ് സ്പീഡ്. നിങ്ങൾക്ക് വില കൂട്ടാൻ പ്രീമിയം കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ ഇന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടിന്റെ ടൈം ലൈൻ കുറയ്ക്കാം. രണ്ടാമത്തതാണ് കൺവീനിയൻസ്. ഇത് വളരെ രസമാണ്. ദ ലെസ് വർക്ക് they have to do, the more you can charge. The less work they have to do, the more you can charge. പ്രീമിയം ബയേഴ്സ് എത്ര മെനക്കേട് നിങ്ങൾ കുറച്ചു കൊടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യാം. കാരണം പ്രീമിയം ബയേഴ്സിന് 2 ശത്രുക്കളാണുള്ളത്. ശ്രദ്ധിച്ചു കേട്ടോണം, പ്രീമിയം ബയേഴ്സിന് 2 ശത്രുക്കളുണ്ട്. ഒന്ന് their own time and their own energy. അവരുടെ സമയവും അവരുടെ എനർജിയും. ആർക്കൊക്കെ ഈ ടൈം ആൻഡ് എനർജി അവർക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ത് വേണമെങ്കിലും കൊടുക്കും. ടൈം ആൻഡ് എനർജി. കാരണം പ്രീമിയം ബയേഴ്സിന്റെ ഏറ്റവും വലിയ ശത്രു അതാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം വിച്ച് ഡിമാൻഡ്സ് മോർ ടൈം ആൻഡ് എനർജി, ഇത് പ്രീമിയം കസ്റ്റമേഴ്സിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവര് മെനക്കെടേണ്ടി വരുന്ന, അവരുടെ സമയം കൊടുക്കേണ്ടി വരുന്ന, അവരുടെ എഫേർട്ട് ഇടേണ്ടി വരുന്ന എന്ത് കാര്യവും ദേ ഫീൽ ആൻഡ് ദേ സീ ഇറ്റ് ആസ് വർത്ത്ലെസ്. കൊള്ളാതെ ഒരു കാര്യമില്ല. സോ നമുക്ക് കൺവീനിയൻസ് വെച്ചിട്ട് 3 റേഞ്ചിൽ നമുക്ക് പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന്, മാക്സിമം ക്ലയന്റ് എഫേർട്ട്. ക്ലയന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ യു ക്യാൻ ചാർജ് വെരി ലെസ്. കാരണം ക്ലയന്റ് കൂടുതൽ പണി ചെയ്യേണ്ടി വരും. മിനിമം പ്രൈസ് ആണ് ഇവിടെ വരുന്നത്, മിനിമം പ്രൈസ്. കാരണം മാക്സിമം ക്ലയന്റ് എഫേർട്ട്. ക്ലയന്റ് ആണ് എല്ലാം ചെയ്യുന്നത്.
നിങ്ങൾ അവർക്ക് വേണ്ട ടൂൾസ് കൊടുക്കും, ബാക്കി എല്ലാവരും ചെയ്തോണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അവരെ മെറ്റ പഠിപ്പിക്കുന്നു, മെറ്റയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഇടണം, എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി അവരുടെ ജോലിയാണ് അത് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കേണ്ടതും അതിൽ പബ്ലിഷ് ചെയ്യേണ്ടതും അത് ബൂസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇവർ പഠിപ്പിച്ചു വിട്ടതേ ഉള്ളൂ. അതുകൊണ്ട് മിനിമം പ്രൈസേ അതിന് ചാർജ് ചെയ്യാൻ പറ്റും. ആ പഠിപ്പിക്കുന്നതിന് കൂടിപ്പോയ ഒരു ദിവസത്തേക്ക് 5000 രൂപ അല്ലെ 10000 രൂപ മേടിക്കാൻ പറ്റും. ലോ പ്രൈസ്, ലോ റിസൾട്ട്. അതേസമയം അടുത്തതാണ് മോഡറേറ്റ് ക്ലയന്റ് എഫേർട്ട്. മോഡറേറ്റ് ക്ലയന്റ് എഫേർട്ട്. അത്രയും മെനക്കെടണ്ട. സംഭവം സാർ ഇതിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി തരണം, ഞങ്ങള് എന്ത് ചെയ്തോളാം, ബൂസ്റ്റ് ചെയ്തോളാം, ഞങ്ങൾ പെയ്ഡ് ആഡ്സ് കാര്യങ്ങളൊക്കെ ഇട്ടോളാം. എങ്കിൽ മോഡറേറ്റ് പ്രൈസ്. മോഡറേറ്റ് പ്രൈസ്. കാരണം ക്ലയന്റും നമ്മളും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് മിനിമം ക്ലയന്റ് എഫേർട്ട്. സാർ ഒന്നും അറിയണ്ട, എന്നെ ഏൽപ്പിച്ചേച്ചാൽ മതി. മിനിമം ക്ലയന്റ് എഫേർട്ട്. അതിന്റെ പേരാണ് പ്രീമിയം പ്രൈസ്. കാരണം ക്ലയന്റ് ഒന്നും അറിയണ്ട, യു ഡു എവറിത്തിങ് ആൻഡ് ക്ലയന്റ് റിസീവ്സ് ദ ഔട്ട്കം. ഒന്നും ചെയ്യണ്ട അവർ. സോ ഇതെന്താണ്? ഈ മൂന്നാമത്തതാണ് ഡൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു. അതായത് പ്രീമിയം ക്ലയന്റിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അവരറിയുകയേ വേണ്ട. രണ്ടാമത്തതാണ് ഡൺ വിത്ത് യു. നമ്മളും സാറും കൂടെ ചേർന്ന് അത് ചെയ്യുന്നു. 3, ഡൺ ബൈ യു. യു ഹാവ് ടു ഡു ഇറ്റ്. ഡു ഇറ്റ് യുവർ സെൽഫ്. സോ അവര് തനിയെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഏറ്റവും കുറച്ച പ്രൈസേ അവർ തരത്തുള്ളൂ, അവർ ചെയ്യത്തുമില്ല. 2, അവരും നമ്മളും കൂടെ ചേർന്നാണ് ചെയ്യേണ്ടതെങ്കിൽ ഒരു മീഡിയം പ്രൈസ്. ഡൺ വിത്ത് യു. അടുത്തെന്താണ്? ഡൺ ഫോർ യു. സാർ ഒന്നും അറിയണ്ട, ഇനി തന്നേച്ചാൽ മതി, ബാക്കി നമ്മൾ ചെയ്തോളാം. And this is where premium buyers live. ഇവിടെ റിസൾട്ട് വ്യത്യാസം ആയതുകൊണ്ടല്ല, ഇവിടെ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. റിസൾട്ട് ഈസ് ദ സെയിം. റിസൾട്ട് ഈസ് ദ സെയിം. റിനോയുടെ അടുത്ത് ഹോട്ടൽ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞ ഇതാണ്. റിനോയ് സാധാരണ ഇത് വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. സാറേ, ഞങ്ങൾ പ്ലാൻ വരച്ച് തരാം, ഓക്കെ, ബാക്കി കോൺട്രാക്ടറെയൊക്കെ സാറ് കണ്ടുപിടിച്ച് ആരെ കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യിച്ചോണം. ഇതാണ് ഒന്ന്. അതാണെങ്കിൽ പ്ലാൻ വരയ്ക്കുന്നതിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി. 2, സാറേ പ്ലാനും ഞങ്ങൾ വരച്ചോളാം, കൺസ്ട്രക്ഷനും ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷെ ഇതിന്റെ അപ്രൂവല്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ്, ഇന്റീരിയർ, ഇതൊക്കെ സാറ് നോക്കിക്കോളാം. ഇനി മറ്റൊന്നുണ്ട്, സാറേ അപ്രൂവൽ ഞങ്ങൾ എടുത്തോളാം, പ്ലാൻ ഞങ്ങൾ വരച്ചോളാം, ആ പ്ലാൻ അപ്രൂവൽ എടുത്തോളാം, കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്തോളാം, മുഴുവൻ കോൺട്രാക്ടേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, ഇന്റീരിയർ ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തോളാം, ലിഫ്റ്റ് ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തോളാം, ഇനോഗ്രേഷൻ ഡേയുടെ അന്ന് ഇവന്റ് മാനേജ്മെന്റ് വരെ ഞങ്ങൾ ചെയ്തോളാം. സാർ ഇനി ഇനോഗ്രേഷൻ്റെ അന്ന് വന്നാൽ മതി. ഡൺ ഫോർ യു. ഇത് വെറും ആയിരങ്ങൾ, ഇത് ലക്ഷങ്ങൾ, ഇത് കോടികൾ. റിനോയി തന്ന പ്രൊപ്പോസലിൽ 1 രൂപ എവിടെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ ഹോട്ടൽ പ്രോജക്റ്റിൽ 1 രൂപ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല പ്രീമിയം ബയ്യറിന്റെ ആവശ്യം എന്തെന്ന്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പ്രീമിയം ആകണം. ആ പ്രീമിയം മൈൻഡ് സെറ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ദേ നീഡ് സംതിങ് ഡിഫറെന്റ്. സാധാരണ മനുഷ്യന് മനസ്സിലാവുന്നതേ അല്ലത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പർപ്പസ്ഫുള്ളി എന്നെ അവിടെ പൊസിഷൻ ചെയ്തേ, കാരണം ഐ വാണ്ട് ടു ലേൺ ഹൗ ദെയർ ബ്രെയിൻ തിങ്സ്. അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ കൂടിയതാ. ആ കൂട്ടത്തിൽ കൂടി ഇപ്പൊ ഞാനും ആ കൂട്ടത്തിലായി. ഇറ്റ്സ് എ ഡിഫറെന്റ് മൈൻഡ് ഗെയിം. സോ നോട്ട് ബിക്കോസ് ദ റിസൾട്ട് ഈസ് ഡിഫറെന്റ്, അവരിടേണ്ടി വരുന്ന എഫേർട്ട് ഈസ് ഡിഫറെന്റ്. ആ ജിം മെമ്പർഷിപ്പ് 3000 രൂപ, പക്ഷെ അവിടെ എന്താണ്, അവര് വന്ന് മെനക്കെടണം, അവര് വന്ന് 12 മാസം മെനക്കെടണം. അതുകൊണ്ട് തന്നെ പ്രൈസ് ഈസ് വെരി ലോ. അതേസമയം മറ്റേ സൂപ്പർവൈസറും കൂടെ ചേർന്നിട്ട്, അവിടെ ഇൻസ്ട്രക്ടർ ഉണ്ട്, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, അവരോട് ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു. റിസൾട്ട് ഒരു 3 to 4 months കിട്ടും. മിഡ് പ്രൈസ് ഈസ് മിഡ്. ലിപ്പോസഷൻ
നത്തിങ്. അവരൊന്നും ചെയ്യണ്ട. വന്ന് ഒരു ദിവസം രാവിലെ വരുന്നു, കയറി കിടക്കുന്നു, മയക്കുന്നു, പരിപാടി കഴിയുന്നു. ചിലത് മയക്കത്ത് പോലും ഇല്ല. ബട്ട് പ്രീമിയം. 1-2 ദിവസം, ചിലപ്പോൾ മണിക്കൂറുകൾ മതിയായിരിക്കും സംഭവം കഴിഞ്ഞവർക്ക് പോവാൻ. മറ്റേതോ സാറ് ചെയ്തോണം, ജിമ്മുണ്ട്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്, സാറ് വന്ന് ചെയ്തോണം, 3000 രൂപ. ഇതോ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ഉണ്ട്, സാറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്, ഞങ്ങൾ പറയുന്ന ഫുഡ് സാർ ഉണ്ടാക്കി കഴിച്ചോണം, 30,000 രൂപ. ഇതോ സാറ് വന്ന് ഇവിടെ നിന്ന് കിടന്നു തന്നു വെച്ചാൽ മതി, ബാക്കി പണി ഞങ്ങൾ നോക്കിക്കോ. ഒരു ദിവസം, ഒറ്റ ദിവസം. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുവോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാ പറയുന്നത് യു ആർ ഓൾസോ ചീപ്പ്. നിങ്ങൾ നിങ്ങളുടെ ടൈമിനും എഫേർട്ടിനും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്, എനർജിക്കും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് യു ആർ സിംപ്ലി എ ചീപ്പ് കസ്റ്റമർ. ഒരു ചീപ്പ് കസ്റ്റമർക്ക് ഒരിക്കലും ഒരു പ്രീമിയം ബിസിനസ് ഓണർ ആവാൻ പറ്റില്ല. സെയിം ഡെസ്റ്റിനേഷൻ, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എഫേർട്ട് ആൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രൈസിങ്. സോ കസ്റ്റമറുടെ പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെ എലമെന്റ്സ് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് വെക്കുന്നോ അത്രയും വില കൂട്ടാൻ പറ്റും നിങ്ങൾക്ക്. ഐ റിപ്പീറ്റ്, കസ്റ്റമറുടെ പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെ എലമെന്റ്സ് എടുത്ത് മാറ്റി, ഇത് ഞാൻ നോക്കിക്കോളാം സാറേ, സാറേ ഇത് ഞാൻ ഏറ്റെടുത്തു, സാറേ ഇത് ഞാൻ നോക്കിക്കോളാം, സാറേ ഒന്നും നോക്കണം. കസ്റ്റമർ നോക്കുമ്പോൾ പ്ലേറ്റിന്റെ അകത്ത് ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യണ്ട, എന്താ വേണം സാർ ആ പൈസ ഇഞ്ഞ് തന്നേച്ചാൽ ഇതായിരിക്കും, കൊടു. ചീപ്പ് കസ്റ്റമർ എന്ത് പറയും, അത് ഞാൻ ചെയ്തോളാം, ഇത് ഞാൻ ചെയ്തോളാം, നമ്മുടെ പ്ലേറ്റ് ഇരിക്കുന്നതും കൊണ്ട് എടുത്ത് അവന്റെ പ്ലേറ്റ് ഇനി പറ എന്ത് വിലയ്ക്ക് തരും. ദിസ് ഈസ് ദ ഡിഫറൻസ്. സോ ലുക്ക് അറ്റ് യുവർ കറന്റ് ഓഫർ. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കസ്റ്റമർ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നു അത് നോക്കുക, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. എങ്കിൽ അവിടെ ഇരിക്കുന്നു പ്രീമിയം പ്രൈസ്. ഇന്നത്തെ നിങ്ങളുടെ ഓഫറിൽ കസ്റ്റമർ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നോ, അവരെവിടൊക്കെ എഫേർട്ട് ഇടേണ്ടി വരുന്നോ, അവരുടെ സമയം അവരുടെ എനർജി എവിടൊക്കെ കൊടുക്കേണ്ടി വരുന്നോ അത് നിങ്ങൾ ഏറ്റെടുക്കുക. ആ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് നിങ്ങൾ ആലോചിച്ചില്ലല്ലോ, ഇതിന്റെ ഇറച്ചി മേടിച്ചോണ്ട് വന്ന്, ഇത് ഇന്നതും മേടിച്ചോണ്ട് വന്ന്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്രയും രൂപയല്ലേ ആവത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ അത്രയും ലാഘവത്തോടു കൂടിയാണ് പ്രീമിയം ബയ്യേഴ്സ് അവരുടെ ഓരോ പർച്ചേസിനെയും കാണുന്നത്. ഈച്ച് ആൻഡ് എവറി പർച്ചേസ് അവരിങ്ങനെയാണ് കാണുന്നത്. സോ മൈ ടീം, നിങ്ങൾ ചെന്നിരുന്നിട്ട് നിങ്ങളുടെ സാറേ അത് ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നതാണ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് യുവർ ടൈം, ദേ കെയർ അബൌട്ട് their ടൈം. അവൻ നോക്കുന്നത് മുഴുവൻ അവന്റെ സമയത്തെ കുറിച്ചാ. സോ നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടത് അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ എനർജി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും എഫേർട്ട്ലെസ് ആക്കി നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കാൻ പറ്റണം. And that is the single most shift from a normal average business owner to a premium business owner. So their time is the premium. എന്താണ് പ്രീമിയം? കസ്റ്റമറുടെ സമയമാണ് പ്രീമിയം, നോട്ട് യുവർ പ്രൊഡക്റ്റ്. നിങ്ങൾ ഈ പ്രീമിയം ആക്കാൻ നേരമൊക്കെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എന്ത് വാല്യൂ അഡിഷൻ കൊണ്ടുവരാം എന്നാ നിങ്ങൾ നോക്കുന്നത്. നോ, കസ്റ്റമറുടെ എഫേർട്ട് കുറയ്ക്കാൻ, കൺവീനിയൻസ് കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഹോം ഡെലിവറി. ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ഉണ്ടാക്കിയിരിക്കുക, ഏറ്റവും ലാഭമുള്ള കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കസ്റ്റമറുടെ കൺവീനിയൻസിലാണ്. നിങ്ങൾക്കൊരു സാധനം വേണം, ഒറ്റ ക്ലിക്കിൽ പോയി സെർച്ച് ചെയ്യുക, നിങ്ങൾ എങ്ങും പോകണ്ട, പാർക്ക് ചെയ്യണ്ട, നിങ്ങൾ തിരക്കി നടക്കണ്ട, ഷെൽഫ് തോറും പോകണ്ട, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, ഓർഡർ ചെയ്യുക, സാധനം പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിലെത്തും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ റിട്ടേണും ചെയ്യാം. ഇതിനേക്കാൾ കൂടുതൽ കൺവീനിയൻസ് എന്ത് തരാനാ? സോ ഔട്ട്കം നമ്പർ 3, മൂന്നാമത്തെ ഔട്ട്കം, പ്രീമിയം കസ്റ്റമർ ഈസ് ലുക്കിംഗ് ഫോർ സ്റ്റാറ്റസ്. നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അവരുടെ സ്റ്റാറ്റസിനെ ഉയർത്തുന്നതാണ് എങ്കിൽ, ദ സിഗ്നൽ ഇറ്റ് ഈസ് ഗിവിംഗ് ടു ദ വേൾഡ്, ഇഫ് ഇറ്റ് ഈസ് ഹൈ യു ക്യാൻ ചാർജ് മോർ, ഫാർ മോർ. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ വാല്യൂ അൺലിമിറ്റഡ്. ബട്ട് ദാറ്റ് ഈസ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പാരാമീറ്റർ ബൈ ആൻ ആവറേജ് ബിസിനസ് ഓണർ. ഒരു ആവറേജ് ബിസിനസ് ഓണർക്ക് ഇത് മനസ്സിലായിട്ടില്ല. വാട്ട് ഈസ് സ്റ്റാറ്റസ്?
അത് മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ലക്ഷറി ബ്രാൻഡുകളാണ്. അതാണ് ഈ ലക്ഷറി ബ്രാൻഡുകൾ ഡിഫറെന്റ് ആയി നിൽക്കുന്നത്. സ്റ്റാറ്റസ്, ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീപ്ലി റൂട്ടഡ് ഹ്യൂമൻ ബയോളജിക്കൽ നീഡ്. പണ്ട് തൊട്ടേ നമ്മളുടെ DNA-യിൽ കിടന്നിട്ട് നമ്മളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പല 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 കലിപ്പുകളുണ്ട്. നമ്മളുടെ പൂർവികർക്ക് ഏറ്റിരിക്കുന്ന ചില അപമാനങ്ങളുണ്ട്. നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിരിക്കുന്ന ചില അപവാദങ്ങളുണ്ട്. ചില ഇല്ലായ്മകൾ കാരണം നമുക്കുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചിലയിടത്ത് നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളുടെ ചൈൽഡ് ബ്രെയിനിൽ കിടക്കുന്ന പല മുറിവുകൾക്കുമുള്ള മറുപടി കൊടുക്കുന്നത് ഈ സ്റ്റാറ്റസിൽ കൂടിയാണ്. ഒരാള് നമ്മളെ കളിയാക്കുന്നു, ഒരാള് നമ്മളെ ഒന്നിനും കൊള്ളില്ലെന്ന് പറയാം, അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപാധിയായി കാണുന്നതാണ് സ്റ്റാറ്റസ് സിഗ്നൽ. അപ്പം ചോദ്യം ഇതാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ മേടിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഒരു പ്രൈഡ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? അവരുടെ പിയർ ഗ്രൂപ്പിൽ, അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ, അവരുടെ കൊളീഗ്സിന്റെ ഇടയിൽ അവർക്കൊരു ഒരു ഒരു എക്സ്ട്രാ എലിവേഷൻ കിട്ടുന്നുണ്ടോ? അവരുടെ ആ പെർസീവ്ഡ് വാല്യൂ അവിടെ കൂടുന്നുണ്ടോ? അവർക്ക് എടുത്ത് കാണിക്കാൻ പറ്റും, നോക്കടാ ഇന്നലെ ഞാൻ മേടിച്ചതാ എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്രെഡൻഷ്യൽ, ഒരു കമ്മ്യൂണിറ്റി, ഒരു റിസൾട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് അവരുടെ സ്റ്റാറ്റസ് ലെവലിനെ പ്രീമിയം ആക്കി മാറ്റുന്നുണ്ടോ? ഇതിനൊക്കെ ഉത്തരം യെസ് ആണ് എങ്കിൽ യുവർ സ്റ്റാറ്റസ് പ്രീമിയം ഈസ് ആക്റ്റീവ്. എങ്കിൽ പ്രൈസ് ഈസ് ഇറലവന്റ് ഫോർ യുവർ കസ്റ്റമർ. ഇതിന്റെയൊക്കെ ഉത്തരം, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ മേടിക്കുന്നത് കൊണ്ട് കസ്റ്റമർക്ക് വലിയ അഭിമാനമൊന്നും തോന്നില്ല. ഒരു സാധനം മേടിച്ചു, അത്രയേ ഉള്ളൂ. അത് ആരോടും പറയുന്നില്ല. അത് അഭിമാനത്തോടു കൂടി ഞാൻ ഇന്നത് മേടിച്ചു എന്നും പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അവരുടെ സ്റ്റാറ്റസ് ഇടുന്നില്ല എങ്കിൽ നിങ്ങൾ വെറും ഒരു കമ്മോഡിറ്റി മാത്രമാണ്. ഒരു വാല്യൂം കസ്റ്റമർ നിങ്ങൾക്ക് തരുന്നില്ല. ഐ എം എ പ്രൗഡ് കിങ്സ് ക്ലബ് മെമ്പർ എന്ന് നിങ്ങൾ എത്ര എടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനുണ്ട് കിങ്സ് ക്ലബിൽ, ഞാനുണ്ട് കിങ് മേക്കേഴ്സ്, കിങ്സ് ക്ലബ് ആൻഡ് കിങ് മേക്കേഴ്സ്. എ സ്റ്റാറ്റസ് ഡിഫറൻസ് ഈസ് ദെയർ. എ സ്റ്റാറ്റസ് ഡിഫറൻസ് ഈസ് ദെയർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ബാഗിനെ കുറിച്ച്? ഹെർമിസിന്റെ പ്രത്യേകത, ഇത് 12 തൊട്ട് 18 മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഹെർമിസ് ബിർക്കിൻ എന്നാണ് എൻ്റെ പേര്. 12 തൊട്ട് 18 മാസം വെയിറ്റ് ചെയ്തെങ്കിലേ ഈ ബാഗ് കിട്ടത്തുള്ളൂ. ഒന്നുമില്ല, ലേഡീസ് ആൻഡ് ജെന്റ്സ് ബാഗ്, നോ സ്പീഡ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെയുള്ള കൺവീനിയൻസും ഇല്ല, സ്പീഡും ഇല്ല, കൺവീനിയൻസും ഇല്ല. അവർ 1, 2, 3 കളർ ഇറക്കിയിട്ടുണ്ട്, അത് വേണേ മേടിച്ചോണം. അല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പരിപാടിയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 15 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ്. 12 തൊട്ട് 18 മാസം വെയിറ്റ് ചെയ്യണം. അവൻ തരുന്ന കളർ വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോയിക്കോണം. സ്റ്റിൽ അതിന്റെ വില 15 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ. വൈ? ദാറ്റ് ഡസന്റ് ഗിവ് ദ പവർ ഓഫ് സ്റ്റാറ്റസ്. ബട്ട് ഹെർമിസ് ഇത് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മേടിക്കുന്ന ദിവസം അതിന്റെ പല വീഡിയോസ്, പല ഫോട്ടോസ്, എവിടൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ അവരിടും. നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ അത് വാങ്ങിക്കുന്നവർക്ക് അത് സ്റ്റാറ്റസ് സിമ്പിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ എവറി പ്രീമിയം ഹാസ് എ സ്റ്റാറ്റസ് ഡയമെൻഷൻ only if the provider creates it. സോ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് തന്നെ ആ സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം. അത് ഒന്നിൽ പല ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് ആവാം, അപ്പം ഇപ്പം കിങ്സ് ക്ലബ് മെമ്പർ, അല്ലെങ്കിൽ റോട്ടറി ക്ലബ് മെമ്പർ, അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റി മെമ്പർ, അത് പറയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഞാൻ അതിൻ്റെ അകത്ത് മെമ്പറാണ്, ആ ഒരു സ്റ്റാറ്റസ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരാം. അല്ലെങ്കിൽ അസോസിയേഷൻ, ഇന്ന ആളുകളുടെ കൂടെ ഞാനുണ്ട്, ഇന്ന ആളുകൾ. ഇപ്പം ഞാനെന്താ പറയുന്നത്,
ലാലേട്ടന്റെ അയൽക്കാരനാണ് ഞാൻ. കാരണം ലാലേട്ടന്റെ വീട് നിൽക്കുന്നത് നമ്മുടെ മതിലിന്റെ എറമ്പില, ഐഡന്റിറ്റി ടവർ. ആ അസോസിയേഷൻ സ്റ്റാറ്റസ്, ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. സോ മൂന്നാമത്തതാണ് സ്റ്റാറ്റസ്. നാലാമത്തെ ഔട്ട്കം സെർട്ടനിറ്റി, ഉറപ്പ്. ഉറപ്പ് ഉറപ്പ് ഈ പറഞ്ഞ സ്പീഡ്, കൺവീനിയൻസ്, സ്റ്റാറ്റസ്, ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രീമിയം കസ്റ്റമർ നോക്കുന്നത് സെർട്ടനിറ്റിയാണ്. സെർട്ടനിറ്റി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവരെടുത്ത ഒരു തീരുമാനം തെറ്റായി പോയി, മണ്ടത്തരമായി പോയി എന്ന് അവർക്ക് നാളെ തോന്നരുത്. കാരണം അവരുടെ സമൂഹത്തിൽ, അവരുടെ വീട്ടിൽ, അവരുടെ ചുറ്റുമുള്ള എല്ലാവരും ഇവരൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അവരെടുത്ത ഒരു തീരുമാനം തെറ്റിപ്പോയി എന്ന് പിന്നീട് തോന്നരുത്. അതായത് ഡു ഓവേഴ്സ് വരരുത്, ഒരേ കാര്യം അവർ വീണ്ടും ചെയ്യേണ്ടി വരരുത്. അതാണ് അവർക്ക് വേണ്ട സെർട്ടനിറ്റി. ഇനി ഇതിനു വേണ്ടി ഞാൻ മെനക്കെടേണ്ടി വരുന്നത് വൺ ടൈം ഷുഡ് ഫിക്സ് ഇറ്റ് ഫോർ എവർ. വൺ ടൈം ഷുഡ് ഫിക്സ് ഇറ്റ് ഫോർ എവർ. അതുകൊണ്ട് തന്നെ ഈ സെർട്ടനിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരെപ്പോഴും അവർ നോക്കും, അവരുടെ സർക്കിളിൽ ആരെങ്കിലും ഇത് മേടിച്ചിട്ടുണ്ടോ, അവരോട് ചോദിക്കും, അളയ മറ്റേ സാധനം ഞാൻ എടുക്കാൻ പോവാണ്, ഞാൻ അത് ഓക്കെ ആയിട്ടുണ്ട്, എങ്ങനെയുണ്ട്, നീ അത് മേടിച്ചായിരുന്നല്ലോ, എങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രീമിയം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഈ പറഞ്ഞ വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ, സെർട്ടനിറ്റി. സോ 4 കാര്യങ്ങൾ: സ്പീഡ്, കൺവീനിയൻസ്, സ്റ്റാറ്റസ് ആൻഡ് സെർട്ടനിറ്റി. ഇത് എല്ലാ മേഖലയിലും ആപ്ലിക്കബിൾ ആണ്. എന്തുകൊണ്ട്? എനിക്ക് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിന് പോകണം, എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ടാക്സി വിളിച്ച് അല്ലെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ട് പോവാം. പക്ഷെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കണം, എഫേർട്ട് ഞാൻ തന്നെ മെനക്കെടണം. ഇനി അതല്ലെങ്കിൽ ബസ്സിന് പോവാം. ബസ്സിന് പോകുമ്പോൾ വൈകിട്ട് കയറണം, പിറ്റേന്ന് രാവിലെ അവിടെ എത്താൻ അത്രയും സമയമെടുക്കും. അതേസമയം ഫ്ലൈറ്റിന് പോവാം. ഫ്ലൈറ്റ് ആകുമ്പോൾ ചെല്ലുന്നു, കയറുന്നു, 45 മിനിറ്റ് കൊണ്ട് ബാംഗ്ലൂർ, പരിപാടി കഴിഞ്ഞു. രാത്രി തന്നെ എത്തി, പോയി സ്വസ്ഥമായിട്ട് കിടന്ന് പിറ്റേന്ന് രാവിലത്തെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ബസ്സിന് പോകുന്നതും ട്രെയിന് പോകുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈ പ്രീമിയം ബയേഴ്സ് ഓൾവേസ് ഓപ്റ്റ് ഫോർ ഫ്ലൈറ്റ്? ആ ഫ്ലൈറ്റിലെയും ബിസിനസ് ക്ലാസ്, വൈ ദേ ഓപ്റ്റ് ഫോർ ദാറ്റ്? ഫോർ ദെയർ സ്പീഡ്, കൺവീനിയൻസ്, സ്റ്റാറ്റസ് ആൻഡ് സെർട്ടനിറ്റി. അതിലെ ബിസിനസ് ക്ലാസ് എന്തിന്? കൺവീനിയൻസ്. അതിലെ ഫസ്റ്റ് ക്ലാസ് എന്തിന്? സ്റ്റാറ്റസ്. വാച്ച് ഫങ്ഷൻ എന്താ? സമയം നോക്കാം രണ്ടിലും. ബട്ട് വാട്ട് ചേഞ്ചസ്? എവറിത്തിങ് സോഷ്യൽ. സെയിം ഫങ്ഷൻ, ഡിഫറെന്റ് ഐഡന്റിറ്റി. ലോ ഓഫ് പ്രീമിയം ബയേഴ്സ്. They are human beings with a different kind of need, and they are looking for saving their time and energy. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഓഫറും നിങ്ങളുടെ പ്രൊഡക്റ്റും മാറ്റാൻ പറ്റിയാൽ പ്രൈസ് ബിക്കംസ് ഇറലവൻറ്റ്. സോ തിങ്ക് അബൌട്ട് വാട്ട് ദേ ഗെറ്റ്, നോട്ട് വാട്ട് യു സെൽ. അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിൽ നിന്ന് വേണം നമ്മുടെ ബിസിനസ് ഉണ്ടാക്കാൻ, നമ്മൾ എന്ത് വിൽക്കുന്നു എന്നുള്ളതിൽ നിന്നല്ല. ലോ നമ്പർ 4, ലോ ഓഫ് പ്രീമിയം ബയേഴ്സ്. അടുത്ത നിയമവുമായി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു ഓൾ.